കതിർമുടി ട്രെക്കിംഗ് സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണിത്. കഴിഞ്ഞ 2 പാർട്ടുകൾ കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി ഒന്ന് കണ്ടോളൂ. ഈ ട്രെക്കിങ്ങിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ചെലവ് കുറഞ്ഞ രീതിയിൽ കതിർമുടി ട്രെക്കിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടീമിനെ പറ്റി ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കതിർമുടി ട്രെക്കിങ്ങിന് പോകുന്നവർ നിർബന്ധമായും മിനിമം 3 ലിറ്റർ വെള്ളമെങ്കിലും കൂടെ കരുതണം. മഴക്കാല സമയമാണെങ്കിൽ ചെറിയ ഉറവുകളിൽ നിന്നും അരുവികളിൽ നിന്നും നമ്മൾക്ക് വെള്ളം റീഫിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളം കിട്ടാൻ വേറെ ഓപ്ഷൻസ് ഉണ്ടാകില്ല. അതുപോലെ മിനറൽ ലോസ് തടയാൻ OR സ്പൈക്കുകൾ ബാഗിൽ കരുതാൻ മറക്കരുത്. നല്ലൊരു ട്രെക്കിംഗ് ഷൂ ഇട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. മാക്സിമം വെയിറ്റ് കുറച്ച് ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ മാത്രം ബാക്ക് പാക്കിൽ കരുതുക. റെസ്റ്റ് ചെയ്യാനായി പാറയുടെയോ വീണ് കിടക്കുന്ന മരത്തിന്റെയോ മുകളിൽ കയറിയിരിക്കുമ്പോൾ അവിടെ ഇഴജന്തുക്കൾ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഗൈഡിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിച്ച് വേണം മുന്നോട്ടേക്ക് നടക്കാൻ. കാട്ടിലൂടെ നടക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുകയോ ബഹളമുണ്ടാക്കുകയോ ചെയ്യരുത്. നമ്മൾ ഏകദേശം കതിർമുടിയുടെ പീക്കിൽ എത്താറായി. ആ ഒരു മല കൂടി കയറിയാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തും. ഏകദേശം 3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ കതിർമുടിയുടെ മുകളിൽ എത്തിയത്. ഇനി കതിർമുടി ട്രെക്കിംഗ് എങ്ങനെ ചെലവ് കുറഞ്ഞ റേറ്റിൽ പോകാമെന്ന് പറഞ്ഞു തരാം. വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ പരിചയപ്പെടുത്തിയ യൂട്യൂബർ സജിത് കതിർമുടി ട്രെക്കിംഗ് പ്രോഗ്രാമിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുക്കാം. അതിൽ കോൺടാക്ട് ചെയ്താൽ മറ്റുള്ള ടൂർ കമ്പനികളെക്കാൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് കതിർമുടി കണ്ടുവരാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റു ലൊക്കേഷൻ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.